ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 മണി പലഹാരമായ പരിപ്പ് വടയാണ്. വളരെ വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കതിന് ആദ്യം വേണ്ടത് പരിപ്പാണ്. ഞാനിവിടെ ഒരു 1/4 കിലോ പരിപ്പ് ഏകദേശം ഒരു 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച പരിപ്പാണ്. അത് നന്നായി ഊറ്റി വെച്ചേക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്. 15 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇഞ്ചി, ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പിലെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. അരക്കരുത്, ചതച്ചെടുത്താൽ മാത്രം മതി. ചതച്ചെടുത്ത പരിപ്പ് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസുമായിട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപ്പ് ചേർക്കുന്ന കാണിച്ചിട്ടില്ല, അതിനാൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ കൈവെള്ളയിലിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് ഓയിൽ കൂടി തടവിയിട്ട് പരത്താമെങ്കിൽ ഒട്ടി പിടിക്കത്തില്ല, നന്നായി പരത്തി കിട്ടും. അതുപോലെ തന്നെ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ പരത്തി വെച്ചേക്കുന്ന പരിപ്പുവട നമ്മുടെ ചീനിച്ചട്ടി വെച്ച് അതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പരത്തി വെച്ച് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ പരിപ്പുവട എന്നൊക്കെ പറയുന്നത്. നമുക്ക് വേഗത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇടയ്ക്ക് നമുക്കൊന്ന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് നന്നായി മൊരിയാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് നന്നായി ഇട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ എണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ച് എടുക്കണം. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നത് കോരിയെടുക്കാം. കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. എണ്ണയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടൊക്കെ കോരിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് ശേഷം നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന ബാക്കി പരിപ്പുവട കൂടി നമുക്ക് എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. അതൊരു ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഇവിടെ അടിപൊളി രുചികരമായ നല്ല സ്വാദിഷ്ടമായ പരിപ്പുവട തയ്യാറാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.